ഹലോ ഓൾ, എല്ലാവർക്കും സ്വസ്തിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതുതായിട്ടൊരു പരീക്ഷണം നടത്തുകയാണ്. അതിൻ്റെ തത്രപ്പാടുകളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഈ കാലത്ത് എല്ലാവർക്കും പൊതുവായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു അതിൻ്റെ ഏറ്റവും നല്ല സോഴ്സായ മഷ്റൂം ഇവിടെ വീട്ടിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാമെന്ന്. നമ്മൾ ഇരിട്ടിയിലെ മൺസൂൺ മഷ്റൂംസിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അതിൽ 6 പാലറ്റും അതിൻ്റെ വിത്തുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പെല്ലറ്റ് എന്ന് പറയുന്നത് മഷ്റൂംസിന് വളരാനുള്ള ഒരു മീഡിയമാണ്. അങ്ങനെയുള്ള 6 ബെഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഈ ഓരോ പെല്ലറ്റും 1 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് കറക്റ്റ് 1.5 ലിറ്റർ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അധികം സമ്പർക്കമൊന്നും ഇല്ലാത്ത കുറച്ചധികം തണുപ്പുള്ള ഒരു മുറിയിലേക്ക് നമ്മൾ മാറ്റി വെക്കും. ഒരു 15 ദിവസത്തോളം ഇത് ഇങ്ങനെ തുടരണം. ഗൈസ്, ഇതാണ് പെല്ലറ്റ്. നമ്മളിനി പെല്ലറ്റിലേക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു കവറിലേക്ക്, ഇത് 1 കിലോൻ്റെ പെല്ലറ്റാണ്, അപ്പോൾ ഒരു കവറിലേക്ക് 1.5 ലിറ്റർ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അതിനു മുമ്പ് ഈ കവർ ഒന്ന് ഓപ്പൺ ചെയ്യണം. അതിന് സ്റ്റെറിലൈസ് ചെയ്ത ഡെറ്റോൾ വെച്ച് കഴുകിയ സിസേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ബോർഡൊക്കെ ഓൾറെഡി ഡെറ്റോൾ വെച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇതിൽ 2 മഗ്ഗും കുറച്ചുകൂടി ആകുമ്പോഴത്തേക്കാണ് 1.5 ലിറ്റർ ഉള്ളത്. നമ്മൾ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചതാണ്. ഈ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് 12 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ അതിലേക്ക് വിത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ രാത്രിയാണ് വിത്ത് ആഡ് ചെയ്തത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ 16-ാമത്തെ ദിവസം ഞങ്ങൾ അതിനെ പുറത്തെടുത്ത് വെച്ചതാണ്. ഇനി മഷ്റൂമിനെ വളർത്താൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയ റൂമിൽ അതിനെ അപ്സൈഡ് ഡൗൺ ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഡെമോ ഇതിൽ കാണിക്കാം. അപ്പോൾ ഈ പെല്ലറ്റ് നേരെ തിരിച്ചു വെച്ച് അതിൽ കിനിഞ്ഞിറങ്ങിയ വെള്ളം ഞങ്ങൾ കളഞ്ഞു. അത് അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല.
അതിനുശേഷം നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഒരു പെല്ലറ്റിൽ ഒരു 10 അതിലധികമോ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം. ഒരു കാര്യം ഞങ്ങൾ ആദ്യം പറയാൻ വിട്ടുപോയി. ഈ മഷ്റൂമുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ കൈകൾ സാനിറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിക്കണം. പിന്നെ ഏത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതും സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. കാരണം എളുപ്പത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഈ പെല്ലറ്റ് ഒന്നുകിൽ നമുക്ക് ഉറി കെട്ടി തൂക്കാം, അതല്ലെങ്കിൽ ചെടിയൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അങ്ങനെ നമുക്ക് തൂക്കി വെക്കാം. ഇനി നമ്മൾ ഈ പെല്ലറ്റിനെ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് ഞങ്ങൾ മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ഷെഡ്. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കമ്പിയും പിന്നെ ഗ്രീൻ ഷീറ്റ്സും നെറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല തണുപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അടുക്കള ഭാഗത്ത് പിറകിലായിട്ട് ഞങ്ങൾ ഈ ഒരു റൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. താഴെ ഫ്ലോറിൽ ഞങ്ങൾ ബേബി ജെല്ലിയാണ് നിറച്ചിട്ടുള്ളത്. പിന്നെ ഈ ഷെഡിൽ വെന്റിലേഷൻ ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഈ ഷീറ്റ്സൊക്കെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ ഷെഡിനൊരു ഡോറും അത്യാവശ്യമാണ്. കാരണം മറ്റൊന്നും അകത്തോട്ട് പ്രവേശിച്ചിട്ട് അതിന് ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ നമുക്ക് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറുകെ ഇട്ടിരിക്കുന്ന കമ്പിയിൽ ഹൂക്സ് ഇട്ടിട്ട് അതിലാണ് നമ്മൾ പാലറ്റ് തൂക്കിയിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ മഷ്റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നോ അപ്പോഴൊക്കെ നമ്മൾ സാനിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വാങ്ങിച്ചത് 2 കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു സാനിറ്റൈസറും പിന്നെ ഒരു സ്പ്രേയറും ആയിരുന്നു. നമ്മൾ ഈ പെല്ലറ്റ് ഹാങ് ചെയ്തിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബഡ്സ് വന്നു. പക്ഷെ അത് ഈ വീഡിയോയിൽ ക്ലിയർ ആണോ എന്നറിയില്ല. ഈർപ്പമുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ 2 നേരമൊക്കെ വെള്ളം സ്പ്രേ ചെയ്താൽ മതി. എന്നാൽ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു ദിവസം 4 നേരമൊക്കെ സ്പ്രേ ചെയ്യേണ്ടതുണ്ട്. ആദ്യം 2 പെല്ലറ്റിൽ മാത്രമേ മഷ്റൂംസിൻ്റെ ഗ്രോത്ത് നന്നായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്കത് ഒരു ടെൻഷനായി. അതിനുശേഷം വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഡിഫറെൻറ്റ് ടൈംസിലായിട്ടാണ് ഓരോ പെല്ലറ്റിൽ നിന്നും മഷ്റൂംസ് പുറത്തേക്ക് വരുന്നത് എന്ന്. ഗ്രാജ്വലി മറ്റുള്ള പെല്ലറ്റ്സിൽ നിന്നും ഓരോ ബഡ്സായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ഗ്രോത്ത് കൂടി വന്നു. മഷ്റൂംസിൻ്റെ വെറൈറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഓയിസ്റ്റർ മഷ്റൂം ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ബട്ടൺ മഷ്റൂമിനാണ്. പക്ഷേ അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല. ഇതാണ് അപ്പോൾ ഫുൾ ഗ്രോ ചെയ്ത ഓയിസ്റ്റർ മഷ്റൂം അല്ലെങ്കിൽ ചിപ്പിക്കൂൺ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് വിളവെടുപ്പ് നടത്താൻ പോകുന്നത്. ഇത് കഴിയതാട്ടാ. ഞാൻ ഇത് ഇച്ച് തൊട്ടപ്പോൾ ഒന്നും കൂടി
അപ്പോൾ ഞങ്ങളുടെ ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു. ഏകദേശം ഒരു 3-4 ബെഡ്സിൽ നന്നായിട്ട് ഗ്രോത്ത് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് അശ്വതി ആയിരുന്നു ഫസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. എന്നെ കുഞ്ഞാക്കിയിടടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റ് തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 500-600 ഗ്രാമിൻ്റെ അടുത്ത് മഷ്റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് താങ്ക്സ് പറയേണ്ടത് അനഘ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്താണ്. അവൾ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ അഗ്രികൾച്ചറൽ ഓഫീസറാണ്. ഐഡിയ പറഞ്ഞു തന്നതും ബാക്കി എല്ലാ സപ്പോർട്ടും അവളാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കേ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്താണ് അവൾ. ഫസ്റ്റ് ഹാർവെസ്റ്റ് തന്നെ ഇത്രയും സക്സസ്ഫുൾ ആയതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താലോ എന്ന് കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ സ്വസ്തിയുടെ വേറൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.